പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഹല്ലേലൂയ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തിരുപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മളെ നടത്തിയത്. കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നലത്തെ സഭായോഗം അനുഗ്രഹമാക്കി തീർത്തതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. അങ്ങ് ജനത്തെ കൂട്ടിവരുത്തിയതിനായിട്ട് സ്തോത്രം. വചനം വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം. ആത്മശക്തി പകർന്നതിനായിട്ട് സ്തോത്രം. സ്വർഗീയ സന്തോഷം ഞങ്ങളുടെ നടുവിൽ പകർന്നതിനായിട്ട് സ്തോത്രം. പോയ രാത്രിയിലും നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. അതിനായിട്ട് സ്തോത്രം. രാത്രിയിലെ ഭയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനായിട്ടും കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം, അതിശയകരമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പസമയം കൂടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഈ ശനിയാഴ്ചയുടെ ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നടത്തിയതെന്ന് ഓർത്ത് നോക്കിയിട്ട് ഓരോ ദിവസങ്ങളിലും കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചില്ലേ? നമ്മുടെ സകല ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്നില്ലേ? അതിനായിട്ട് സന്തോഷത്തോടെ കർത്താവിനോട് പറഞ്ഞിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. 135 സങ്കീർത്തനം പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ കർത്താവിനെ സ്തുതിപ്പീൻ. അതിൻ്റെ 3-ാമത്തെ വാക്യം, യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവേ, അങ്ങ് ഇതുവരെ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം, ഇതുവരെ ഞങ്ങളെ പുലർത്തിയതിനായിട്ട് സ്തോത്രം, ഇതുവരെ ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ഇനിയും കർത്താവ് ഞങ്ങളെ അതിശയമായി നടത്തുന്നതിന് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടായ യേശുവിൻ്റെ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ. നന്മകളാൽ കർത്താവിൽ നിന്ന് നിറയ്ക്കണം. ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണം. രോഗങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കണം. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കണം. കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് കർത്താവരെ വിടുവിക്കണം. ദൈവിക സമാധാനത്തിൽ എല്ലാവരെയും പൊതിയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആമേൻ. അങ്ങയുടെ വിളിയുള്ളവർ, അങ്ങയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും കർത്താവിനെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. മുൻപോട്ട് പോകുവാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അവരുടെ ആമേൻ മുൻപോട്ടുള്ള യാത്ര ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. തടസ്സങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. തടസ്സങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. തടസ്സങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ദൈവിക അനുഗ്രഹത്തിൽ നിറഞ്ഞു മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില പ്രവൃത്തികൾ ആരംഭിച്ചു, മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്നു. ചില ബിസിനസ്സുകൾ ആരംഭിച്ചു, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസം ആരംഭിച്ചു, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ചില ശുശ്രൂഷകൾ ആരംഭിച്ചു, മുൻപോട്ട് പോകാൻ കഴിയാതെ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും മുൻപോട്ട് പോകുന്നതിനുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറി നിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ മുന്നേറുന്ന ദിവസങ്ങളായി മാറട്ടെ. മുന്നേറുന്ന ദിവസങ്ങളായി മാറട്ടെ. ജയകരമായി മുന്നേറുന്ന ദിവസങ്ങളായി മാറട്ടെ. അങ്ങനെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങനെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. ലോകവ്യാപകമായി ഒരു ഉണർവിനെ മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും സ്വസ്ഥതയും നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.
പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. സഭ ഉണർന്നു പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ ദൈവിക ഇടപെടലുകളെ കാണുവാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത്, അങ്ങനെ നിങ്ങൾ, എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. സ്തോത്രം. അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മളിതിനെ ഈ പ്രഭാതത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ നമ്മൾ ഉത്സാഹികളായിരിക്കണം. ആമേൻ. പലരും പല കാര്യങ്ങൾക്കും ആരംഭത്തിൽ ഭയങ്കര ഉത്സാഹമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂൾ ഇയർ തുടങ്ങുമ്പോൾ ഭയങ്കര ഉത്സാഹത്തോടെ പഠിക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ ഉത്സാഹം അങ്ങ് കുറഞ്ഞു പോകും. അങ്ങനെ കുറഞ്ഞു പോയാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന വിജയം നേടുവാൻ കഴിയുകയില്ല. ഇതുപോലെ ആത്മീക ജീവിതത്തിലും നമ്മൾ ഒരു വാഗ്ദത്തമൊക്കെ കേട്ടു, നമ്മൾ ഭയങ്കര ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കും, ഭയങ്കര ഉത്സാഹവും ഉപവാസവും ഒക്കെ നമ്മൾ നടത്തും. പക്ഷേ പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ വാഗ്ദത്തത്തെക്കുറിച്ച് അങ്ങ് മറക്കുകയും പിന്നീട് നമ്മൾ അതിനകത്ത് ഉത്സാഹികളാകാറില്ല. പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അപ്പം നമ്മൾ വിശ്വാസത്താലാണ് ജീവിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചു, എനിക്കൊരു വാഗ്ദത്തമുണ്ട്, ഈ വാഗ്ദത്തം എനിക്ക് നിറവേറപ്പെടുക തന്നെ ചെയ്യും. കാരണം വാഗ്ദത്തം തന്നവൻ ദൈവമാണ്, അവൻ വാക്ക് മാറാത്ത ദൈവമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു വിശ്വാസം വേണം. ഈ യാത്രയ്ക്ക് എനിക്കെന്താണോ വിശ്വാസം വേണം. ഞാനത് ആത്മാവിൽ കാണുക. ഞാൻ എന്തു പ്രാർത്ഥിച്ചോ, എനിക്കെന്തു വാഗ്ദത്തം ലഭിച്ചോ, അത് ഞാൻ വിശ്വാസ കണ്ണാൽ കാണുകയാണ്. എൻ്റെ ആത്മ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയാണ്. കണ്ടുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മടുപ്പ് വരത്തില്ല, അപ്പോൾ നമുക്ക് ക്ഷീണം വരത്തില്ല, അപ്പോൾ നമുക്ക് നമ്മൾ തളർന്നു പോകത്തില്ല. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു, ഒന്നും കാണാതെ വരുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോകും, നമ്മളങ്ങ് ക്ഷീണിച്ചു പോകും. നമുക്ക് മുൻപോട്ട് പോകാൻ അല്ലെങ്കിൽ പിന്നെയും പ്രാർത്ഥിക്കാനുള്ള ഒരു ഉന്മേഷം കിട്ടത്തില്ല. എന്നാൽ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ. അപ്പോൾ അങ്ങനെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ ഞാൻ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അപ്പോഴാണ് വാഗ്ദത്തങ്ങളുടെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരുന്നത്. 13-ാമത്തെ വാക്യം പറയുന്നത്, ദൈവം അബ്രഹാമിനോട്, അതിന് ഉദാഹരണം പറയുക, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അബ്രഹാം എങ്ങനെ ഇരുന്നു? ദീർഘക്ഷമയോടെ. അതാണ് പറയുന്നത്, ഇന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ പ്രാപിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം, ദീർഘക്ഷമയുണ്ടാകണം, കാത്തിരിക്കണം. കർത്താവ് തക്ക സമയത്ത് ചെയ്യും. പക്ഷേ കാത്തിരിക്കുന്ന സമയം നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, വിശ്വാസത്താൽ നമ്മൾ കാണുന്നു കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ വിശ്വാസത്താൽ സ്തോത്രം പറയുന്നു. ആ സമയമാണ് ദീർഘക്ഷമയോടിരിക്കുന്ന സമയം. അതിൻ്റെ സമാപ്തിയിൽ വിശ്വാസത്തിൽ കാത്തിരുന്ന് അതിൻ്റെ പൂർത്തീകരണം തക്ക സമയത്ത് കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാഗ്ദത്തം കേൾക്കുന്നവർ മാത്രമല്ല, വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരായിത്തീരണം. നമ്മൾ വാഗ്ദത്തം കേൾക്കും, ആമീൻ പറയും, സ്തോത്രം പറയും. പക്ഷേ അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ കർത്താവ് നമുക്ക് തരുന്ന എളുപ്പ വഴിയാണ് എന്ത് ചെയ്യണം? വാഗ്ദത്തം കേൾക്കുക മാത്രമല്ല, അതിനെ നമ്മൾ സ്വീകരിക്കണം, വിശ്വസിക്കണം. ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ എങ്ങനെ? നമ്മുടെ വിശ്വാസം കണ്ണാൽ കണ്ടുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകും. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചേ പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.